എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് പുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്പെൽ ചെക്ക്? സ്പെൽ ചെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കുള്ള സ്പെൽ ചെക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ഏതെന്നാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ F7, ഓപ്ഷൻ ബി F5, ഓപ്ഷൻ സി F1 ആൻഡ് ഓപ്ഷൻ ഡി F9. നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ഏതായിരിക്കും? ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് സ്പെൽ ചെക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ഏതാണെന്ന്. ഉത്തരം ഏതാണടാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ F7 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെൽ ചെക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ F1 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഹെൽപ്പിനാണല്ലേ. ദെൻ F5 ആണെങ്കിലോ, F5 നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൻഡോ റിഫ്രഷ് ചെയ്യുന്നതിലേക്കാണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഈ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഹെഡർ ആർ ടെക്സ്റ്റ് ഓർ ഇമേജ് ഇൻസേർട്ടഡ് ഇൻ ദ ബോട്ടം ഏരിയ ഓഫ് ദ ഡോക്യുമെന്റ്. ഈ ഹെഡർ എന്ന് പറയുന്നത് ബോട്ടം ഏരിയയിൽ കൊടുക്കുന്ന, ഡോക്യുമെന്റ് ബോട്ടം പേജിൽ കൊടുക്കുന്ന ഇമേജ് ആണ്. ശരിയാണോ? Then, if you insert a footer in one page, it will appear on all pages. നമ്മൾ footer ഒരു പേജിൽ കൊടുത്ത എല്ലാ പേജിലും നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നു. Then, third നോക്കൂ. Header are used to insert border in the document. Border കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് header യൂസ് ചെയ്യുന്നത്. ശരിയാണോ? Then എന്താ? You cannot insert date, time, page number, etc. in header or footer. നമുക്ക് ഇതൊന്നും അതായത് ഇൻസേർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേറ്റോ ടൈമോ പേജ് നമ്പറോ ഒന്നും നമുക്ക് ഹെഡറോ ഫൂട്ടറോ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഹെഡർ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പേജിന് മുകളിൽ അല്ലെ പേജ് നമ്പർ ഡേറ്റോ കൊടുക്കുന്നതാണെന്ന് പറയുന്നത് ഹെഡർ ഫൂട്ടറാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് തെറ്റാ. ദെൻ ഹെഡർ ആർ യൂസ്ഡ് ടു ഇൻസേർട്ട് ബോർഡർ. ഡോക്യുമെന്റിന് ബോർഡർ കൊടുക്കുന്നതിനാണോ ഹെഡർ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല. സോ അതും തെറ്റാ. ദെൻ ഹെഡർ ആർ ടെക്സ്റ്റ് ഓർ ഇമേജ് ഇൻസേർട്ടഡ് ഇൻ ദ ബോട്ടം ഏരിയ. ബോട്ടം ഏരിയയിലാണോ ഹെഡർ കൊടുക്കുന്നത്? ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഏരിയയിൽ കൊടുക്കുന്നതാണ്. സോ ദിസ് ആൻസറും തെറ്റാണ്. സോ നമ്മുടെ ഉത്തരം ഏതാണടാ? ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഒരു പേജിൽ ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ പേജിലും അത് അപ്പിയർ ആകുന്നു. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is not a horizontal alignment? ഹോറിസോണ്ടൽ അലൈൻമെന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയോ. ഓപ്ഷൻ എ ലെഫ്റ്റ്, ഓപ്ഷൻ ബി സെന്റർ, ഓപ്ഷൻ സി മിഡിൽ ആൻഡ് ഓപ്ഷൻ ഡി റൈറ്റ്. ഇതിൽ ഏതാണ് ഹോറിസോണ്ടൽ അലൈൻമെന്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോറിസോണ്ടലി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. അപ്പൊ ഇതിലല്ലാത്തത് ഏതാണ്? ഹോറിസോണ്ടൽ അലൈൻമെന്റ് അല്ലാത്തത് ഏതാണടാ? ഓപ്ഷൻ സി ഈസ് അവർ റൈറ്റ് ആൻസർ. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് അല്ലാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് മിഡിലാണ്. കാര്യം എന്താ? ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. ഇത് മൂന്നും നമുക്ക് എന്താണ്? ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണ്. ഇതേസമയം മിഡിൽ എന്താ? ടോപ്പ്, മിഡിൽ, ബോട്ടം എന്നുള്ളതാണ് വെർട്ടിക്കൽ അലൈൻമെന്റ് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് അല്ലാത്തത് മിഡിൽ ഓപ്ഷൻ ആണ്, മിഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the slide is seen on the full screen in the dash view. ഏത് വ്യൂവിലാണ് സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യുക? ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് ഏത് വ്യൂവിലാണ് സ്ലൈഡ് കാണാൻ സാധിക്കുന്നത്? നോക്കിയേ. ഓപ്ഷൻ എ റീഡിംഗ് വ്യൂ, ഓപ്ഷൻ ബി നോർമൽ, ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് പേജ്. 4 വ്യൂസും തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് നമുക്ക് സ്ലൈഡ് ഫുൾ വ്യൂവിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് റീഡിംഗ് വ്യൂവിലാണ്. റീഡിംഗ് വ്യൂവിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്ലൈഡ് ഫുൾ പേജ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ നോർമൽ ആണെങ്കിലോ നമുക്ക് എന്താ പറ്റും? സ്ലൈഡ് പാനും നോട്ട് പാനും എന്താണ് താഴെ നോട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ സ്ലൈഡ് സ്ലോട്ടർ ആണെങ്കിലോ നമുക്ക് സ്ലൈഡ് തംബ്നെയിലിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നോട്ട് പേജ് ആണെങ്കിലോ നമുക്ക് നോട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ നോട്ട് പേജ് വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? റീഡിംഗ് വ്യൂ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് പോർട്ടബിൾ ഡിവൈസ് ഫോർ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. ഹൈ സ്പീഡ് ഇന്റർനെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഡിവൈസ് ഏതാണെന്ന് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഡിവൈസ് ഏതെന്നാ ചോദ്യം. നോക്കിയേ. ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി മോഡം, ഓപ്ഷൻ സി ഡോങ്കിൾ, ഓപ്ഷൻ ഡി ബ്രിഡ്ജ്. ഇതിൽ 4 ഏതാടാ ഉത്തരം? നോക്കി, ഏതിനാ നമ്മൾ ഹൈ സ്പീഡ്
പോർട്ടബിൾ ഡിവൈസ് ആണ്. നോക്കൂ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഡിവൈസ് ആണ്, പക്ഷെ എന്താണ്, പോർട്ടബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണത്? ഉത്തരം സി ആണ് അല്ലേ, ഡോങ്കിൾ ആണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. നെറ്റ് നമ്മൾ ലാപ്പൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് ചെറിയൊരു പെൻഡ്രൈവ് പോലത്തെ സാധനം നമ്മൾ കൊണ്ട് നടക്കത്തില്ലേ, ഡോങ്കിൾ എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു സെലക്ട് ഓൾ ദ സെൽസ് ഇൻ എ സിംഗിൾ കോളം. നമ്മൾ എങ്ങനെയാണ് സെൽസ് സെലക്ട്, ഹൗ ടു സെലക്ട് ഓൾ ദ സെൽസ് ഇൻ എ സിംഗിൾ കോളം. ഒരു കോളത്തിൽ നമ്മൾ സിംഗിൾ കോളം ആയിട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പ്രസ് Ctrl+A, ദെൻ ഓപ്ഷൻ ബി ക്ലിക്ക് കോളം ഹെഡർ, ഓപ്ഷൻ സി റൈറ്റ് ക്ലിക്ക് ഓൺ കോളം ഹെഡർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതാണടാ സെലക്ട് ചെയ്യുന്നത് നമ്മൾ? ക്ലിക്ക് ഓൺ ദി കോളം ഹെഡർ അല്ലേ. നമുക്ക് ഒരു സിംഗിൾ ക്ലിക്ക് അല്ലെ ഒരു സിംഗിൾ കോളമായിട്ട് നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിതാ ഇങ്ങനെയാണ് ഒരു എക്സൽ ഷീറ്റ് ഇരിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം അല്ലേ. അപ്പം എന്താ, ഈ ഹെഡർ കോളം ഹെഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ കോളം എന്താവും? നമുക്ക് സെലക്ട് ആയിട്ട് വരുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is a valid cell address. ഈ താഴെ തന്നിട്ടുള്ളവയിൽ വാലിഡ് ആയിട്ടുള്ള സെൽ അഡ്രസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഓപ്ഷൻ എ 15B2, ഓപ്ഷൻ ബി 2B15, ഓപ്ഷൻ സി 21A ആൻഡ് ഓപ്ഷൻ ഡി 821. ഇതിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ള സെൽ അഡ്രസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ എങ്ങനെയാ വരുന്നത്. കോളം ഹെഡർ, കോളത്തിന്റെ പേരും റോയുടെ നെയിമും ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്. 821 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. കാര്യം എന്താ, ABC എന്നിങ്ങനെ കോളം ഹെഡർ ഉണ്ടാവത്തില്ലേ, ദെൻ 1 2 3 റോ ഇല്ലേ. അപ്പൊ 820 ഇപ്പൊ 21ാമത്തെ കോളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. താഴെ ഇവിടെ എത്തിയപ്പോൾ ഈ റോയിൽ 21ാമത്തെ റോ കൊടുത്തേ. അപ്പൊ A21 ഇങ്ങനെയാണ് നമ്മൾ കോളത്തിന്റെ നെയിം എഴുതുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റിക് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്കിന് എക്സാമ്പിൾ ഏതെന്നാണ്. നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഓപ്ഷൻസ് ആണ്. നോക്കിയേ, ഓപ്ഷൻ എ ബ്ലൂറേ, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി കോമ്പാക്ട് ഡിസ്ക് ആൻഡ് ഓപ്ഷൻ ഡി ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഇതിൽ ഏതാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്നാ ചോദിച്ചിരിക്കുന്നത്? മാഗ്നറ്റിക് ഡിസ്ക് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ മാഗ്നറ്റിക് ഡിസ്കും ഒപ്റ്റിക്കൽ ഡിസ്കും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻസ് നോക്കൂ, ബ്ലൂറേ ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക് ആൻഡ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയി വരിക? ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഇസ് അവർ ആൻസർ. ബിക്കോസ് എന്താണ്, മറ്റു മൂന്നും എന്താണ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്കും ബ്ലൂറേ, അതായത് CD DVD ആൻഡ് ബ്ലൂറേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not an example of system software. താഴെ തന്നിട്ടുള്ളവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തതേത്? ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണെടാ? നോക്കൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നമ്മൾ ഉത്തരം നോക്കൂ. ഉത്തരം എന്താണിടാ? DBMS ആണല്ലേ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒക്കെ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സിസ്റ്റം സ്മൂത്ത്ലി ഫംഗ്ഷനിങ്ങിന് ആവശ്യമായ സോഫ്റ്റ്വെയർസ് ആണ്. DBMS എന്ന് പറയുന്ന ഒരു പ്രത്യേക പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an example of antivirus software. താഴെ തന്നിട്ടുള്ളവയിൽ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ക്വിക്ക് ഹീൽ, ഓപ്ഷൻ ബി കാസ്പെർസ്കി, ഓപ്ഷൻ സി മേക്ക് ഓഫ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇതിൽ ഏതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചത്. ആന്റിവൈറസ് സോഫ്റ്റ്വെയർക്ക് എക്സാമ്പിൾ ആണ്. നമ്മുടെ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള എക്സാമുകൾക്ക് പഠിക്കുമ്പോൾ അത് കോമൺ PSC ആയിരുന്നാൽ കൂടെയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് സോർട്ട് ചെയ്യുക ആന്റിവൈറസ് അല്ലെങ്കിൽ വൈറസ്, ആന്റിവൈറസ് ഒക്കെ നമ്മൾ പേരുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതായിട്ട് വരുവടാ? ഇത് ഓൾ ഓഫ് ദ എബവ് ആണല്ലേ. നമ്മൾ കോമൺലി മെക്കാഫും
കാസ്പേഴ്സിക്കൊക്കെ യൂസ് ചെയ്യുന്ന കേൾക്കാം. ഇതിൽ കുറച്ചുകൂടിയെങ്കിലും ഒരു വ്യത്യാസമായിട്ട് തോന്നിക്കുന്നത് ക്വിക്ക് ഹീൽ മാത്രമായിരിക്കും. എന്നാൽ അത് കോമൺലി യൂസ് ചെയ്യുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ തന്നെയാണ്. സോ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ക്വിക്ക് ഹീൽ, കാസ്പേഴ്സ്കി, മെക്കാഫ് എല്ലാം എന്ത് തന്നെയാണ്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിക് അഡ്രസ് ഓഫ് ഈച്ച് വെബ് പേജ് ഈസ് നോൺ ആസ്, അല്ലേ? ഒരു യൂണീക്ക് അഡ്രസ്, ഓരോ വെബ് പേജിനും ഒരു യൂണീക്ക് അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ്. നോക്കൂ, യൂണീക്ക് റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണീക്ക് അഡ്രസ് ലൊക്കേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി യൂണിഫോം അഡ്രസ് ലൊക്കേറ്റർ. ഈ താഴെ തന്നിട്ടുള്ള ഏതാണ് നമ്മൾ വെബ് പേജുകൾക്കുള്ള യൂണീക്ക് അഡ്രസ് ആയിട്ട് നമ്മൾ പറയുന്നത്? ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ URL എന്ന് പെട്ടെന്ന് ഓർക്കും, അല്ലേ? URL, ഇത് നമ്മൾ കോമൺ ആയിട്ട് പെട്ടെന്ന് ഓർക്കും. അങ്ങനെയാണെങ്കിൽ URLന്റെ ഫുൾ ഫോം എന്തായിരിക്കും? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇസ് ആൻസർ, അല്ലേ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിക് അഡ്രസ്സിന് ഓരോ വെബ് പേജിലുള്ള യൂണിക് അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഥവാ URL. മുന്നേയൊക്കെ PSC URLന്റെ എന്താണ് അബ്രിവേഷൻ തന്നിട്ട് അതിന്റെ ഫുൾ ഫോം മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്? യൂണിക് അഡ്രസ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ അതിന്റെ പർപ്പസ് കൂടിയാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടാബ് കണ്ടെയ്ൻ റൂളർ ഓപ്ഷൻ? റൂളർ ഓപ്ഷൻ ഉള്ള ടാബ് ഏതാണ്? നോക്കൂ, ഹോം, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി വ്യൂ ആൻഡ് ഓപ്ഷൻ ഡി ഡിസൈൻ ടാബ്. ഈ 4 ടാബുകളിൽ ഏത് ടാബിലാണ് റൂളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്? ഏത് ഓപ്ഷൻ ആണടാ? നമുക്ക് വ്യൂവിനാണല്ലേ റൂളർ അവൈലബിൾ ആവുന്നത്. വ്യൂ, അല്ലെ? വ്യൂ റൂളർ എന്ന് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ. റൂളർ ഹൈഡ് ചെയ്താൽ നമ്മൾ വ്യൂ ഓപ്ഷനിൽ പോയിട്ട് റൂളർ ഷോ റൂളർ കൊടുക്കാറാണ് പതിവ്, അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ 7 ടാബ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടെന്നും കൂടി നമ്മൾ പഠിച്ചാണ് പോകുന്നത്. സോ അത് പഠിച്ച് ഇപ്പോൾ റൂളർ ഓപ്ഷൻ നമ്മൾ വ്യൂ ടാബ് പഠിച്ചാൽ മാത്രമേ ഈ റൂളർ ഓപ്ഷൻ കറക്റ്റായിട്ട് അതിനകത്താണെന്ന് നമുക്ക് ഓർമ്മിക്കാൻ, അല്ലെ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കൃത്യമായിട്ട് എല്ലാം നോക്കി പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഫീൽഡ് ഇൻ ഇമെയിൽ? ഇമെയിലിലെ വാലിഡ് അല്ലാത്ത ഫീൽഡ്, അല്ലേ? വാലിഡ് അല്ലാത്ത ഫീൽഡ് ഏതെന്നാ ചോദ്യം. ഓപ്ഷൻസ് നോക്കി. CC ഉണ്ടോ, CCC ആണോ, BCC ആണോ, സബ്ജക്റ്റ് ആണോ? നമ്മളൊരു ഇമെയിൽ പേജ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും? ഏതൊക്കെ കാണാൻ പറ്റൂടാ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളെന്താ ടു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, അല്ലേ? ദെൻ എന്താണ് കോപ്പി വെക്കാറുണ്ട്. അതിനെന്താ പറയുന്നത്? CC ആണ് കാർബൺ കോപ്പി. സോ നമ്മൾ അത് വെക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്? BCC ഉണ്ട്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കത് നമ്മൾ ഒരാൾക്ക് വയ്ക്കുന്ന കോപ്പി മറ്റൊരാൾ തിരിച്ചറിയാതിരിക്കുന്നില്ല, ബ്ലൈൻഡ് ആയിരിക്കണം, അല്ലേ? ഇപ്പം എനിക്കൊരാൾ അയച്ചു, ആ കോപ്പി ഇതേ സെയിം സാധനം തന്നെ മറ്റൊരാൾക്ക് അയക്കുന്നു, പക്ഷേ എന്താണ് അത് അവരറിയാൻ പാടില്ല. മീൻസ് അയക്കുന്നത് ഞാൻ അറിയാൻ പാടില്ല. സോ ബ്ലൈൻഡ് കാർബൺ കോപ്പി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ സബ്ജക്റ്റ്, നമ്മൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ഹെഡ് ഉണ്ട്, എന്താണ് നമ്മൾ ആ ഇമെയിലിൻ്റെ പർപ്പസ് നമ്മൾ സബ്ജക്റ്റിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലില്ലാത്തത് ഏതാണ്? CCC ആണ്. ഒരു ഇമെയിലിൽ ഇല്ലാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ 3 C ഇല്ല, 2 C ഉള്ളൂ. കാർബൺ കോപ്പി ഉണ്ട്. തന്നെ ഏതാണുള്ളത്? BCC ആണുള്ളത്. അതേതാണ്? ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് ദ മോസ്റ്റ് ഹൗ മെനി ഷീറ്റ്സ് ക്യാൻ ബി സെറ്റ് ആസ് ഡീഫോൾട്ട് വൈൽ ക്രിയേറ്റിംഗ് എ ന്യൂ വർക്ക് ബുക്ക്? At the most, how many sheet can be set as default while creating a workbook? Workbook ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് എത്ര ഷീറ്റ് വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡീഫോൾട്ട് ആയിട്ട്, അല്ലേ, വൈൽ ക്രിയേറ്റിംഗ് എ ന്യൂ വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ഇതുവരെ നമുക്ക് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാം? 255 ഷീറ്റ്സ് വരെ ഇൻസേർട്ട് ചെയ്യാം. 255 വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ഇതിൽ വരാറുണ്ട്, കാരണം അപ് ടു ദ മെമ്മറി ഒക്കെ ആയിട്ടുണ്ട്. കാരണം നമുക്ക് എത്ര ഷീറ്റ്സ് വേണോ ചെയ്ത് നമ്മുടെ മെമ്മറിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വരെ നമ്മൾ ചില കമ്പ്യൂട്ടേഴ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു PYQ ആണ്. നമുക്ക് 250 ഷീറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു സെലക്ട് എ വേർഡ് യു ഷുഡ് ഡാഷ് ഓൺ ദ വേർഡ്. എന്താണ്? ടു സെലക്ട് എ വേർഡ് യു ഷുഡ് ഡാഷ് ഓൺ ദ വേർഡ്. നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? സിംഗിൾ ക്ലിക്ക്, അല്ലെ? ഓപ്ഷൻ A ക്ലിക്ക്, ഓപ്ഷൻ B റൈറ്റ് ക്ലിക്ക്, ഓപ്ഷൻ C ഡബിൾ ക്ലിക്ക്, ഓപ്ഷൻ D
ട്രിപ്പിൾ ക്ലിക്ക്. ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ആണോ, ഡബിൾ ക്ലിക്ക് ആണോ, ട്രിപ്പിൾ ആണോ, ഏത് എലമെന്റ്സ് റൈറ്റ് ക്ലിക്ക് ആണോ, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡിന്റെ പുറത്ത് വച്ച് ഡബിൾ ക്ലിക്ക് സെലക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The row height can be adjust from the format button in the dash group. എങ്ങനെയാടാ the row height എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഫ്രം ദി ഫോർമാറ്റ് ബട്ടൺ ഇൻ ദി ഡാഷ് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. നോക്കിയേ, ഓപ്ഷൻ എ അലൈൻമെന്റ്, ഓപ്ഷൻ ബി സെൽസ്, ഓപ്ഷൻ സി എഡിറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണടാ നമുക്ക് റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഫോർമാറ്റ് ബട്ടണിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഏതാണ്? സെൽസ് അല്ലെ? ഫോർമാറ്റ് സെൽസിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സെൽസിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ ഫോർമാറ്റ് ബട്ടണിൽ സെൽസിൽ പോയിട്ടാണ്, സെൽസ് ഗ്രൂപ്പിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സ്റ്റൻഷൻ ഡാഷ് FLV ഈസ് യൂസ്ഡ് ഫോർ. ഏതിനാണ് നമ്മൾ FLV എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്? അല്ലേ, FLV എന്ന് പറയുന്നത് ഏതിനാണടാ യൂസ് ചെയ്യുന്നത്? വീഡിയോ ഫയലുകൾക്കാണ് അല്ലേ? വീഡിയോ ഫയലുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? FLV എന്ന് പറയുന്ന .FLV എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തെന്ന് ഏത് ചോദിച്ചാൽ അത് വീഡിയോ ഫയലുകൾക്കാണ്. ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സ്റ്റൻഷൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. JPG അല്ലെങ്കിൽ വേർഡിൻ്റെ എന്താണ്, ഡോക്സിൻ്റെ എന്താണ്, പവർ പോയിന്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് സ്ഥിരമായിട്ട് എക്സ്റ്റൻഷൻ ചോദിക്കുന്നതാണ്. സോ എല്ലാ എക്സ്റ്റൻഷൻസും നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് ഇത് ചോദിച്ചാൽ MP3 ഏതാണ് ചോദിക്കാറുണ്ട്, അത് ഓഡിയോ ഫയലാണ്. ഇതുപോലെ ഓരോ എക്സ്റ്റൻഷൻസും നമുക്ക് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.